ദിവ്യബോധനം ഗ്രന്ഥാവലി വിശ്വാസദീപ്തി യൂണിറ്റ് 4 ചാപ്റ്റർ 6 ലൈംഗിക ന്യൂനപക്ഷവും പൊതുസമൂഹവും. ലൈംഗിക ആകർഷണവും ലിംഗസത്വവും. ലൈംഗിക ആകർഷണം എന്നാൽ ശാരീരികമായോ മാനസികമായോ പ്രണയപൂർവ്വം ഒരാൾക്ക് മറ്റൊരാളോട് തോന്നുന്ന ആകർഷമാണത്. ലിംഗസത്വം എന്നാൽ താൻ പെണ്ണാണെന്നോ ആണാണെന്നോ അതല്ല, രണ്ടും ചേർന്നതാണോ എന്നുള്ള ഒരാളുടെ ആന്തരികമായ തിരിച്ചറിവിനെയാണ് ലിംഗസത്വം എന്ന് വിളിക്കുന്നത്. ഇത് എല്ലാവരിലും ജീവശാസ്ത്രപരമായ ലിംഗവിഭാഗവുമായി ഒത്തുചേരണം എന്നില്ല. ജീവശാസ്ത്രപരമായ ലൈംഗികതയും ലൈംഗിക സത്വവും. ശാരീരിക അവയവങ്ങൾ അനുസരിച്ചുള്ള ലൈംഗികതയും ഒരാളുടെ ഉള്ളിലെ ആന്തരിക ബോധവും തമ്മിൽ വ്യത്യാസമുണ്ടാകാം. ജീവശാസ്ത്രപരമായ ലിംഗത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഇത്തരത്തിലുള്ളവരെ സൂചിപ്പിക്കാൻ LGBTIQ+ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. LGBTIQ+ എന്നാൽ എന്ത്? ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ കൂട്ടായ്മയായിട്ടാണ് ഈ പദം ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഓരോ അക്ഷരവും സൂചിപ്പിക്കുന്നത് ഓരോ വാക്കുകളാണ്. L ലെസ്ബിയൻ, സ്ത്രീകൾക്ക് സ്ത്രീകളോട് തോന്നുന്ന ആകർഷണം. G ഗെയ്, പുരുഷന്മാർക്ക് പുരുഷന്മാരോട് തോന്നുന്ന ആകർഷണം. B ബൈസെക്ഷൽ, പുരുഷന്മാരോടും സ്ത്രീകളോടും ഒരേപോലെ ആകർഷണം. T ട്രാൻസ്ജെൻഡർ, ജനന സമയത്തെ ലിംഗത്തിൽ നിന്നും വ്യത്യസ്തമായ ലിംഗസത്വം തിരിച്ചറിയുന്നവർ, ഭിന്നലിംഗക്കാർ. I ഇൻ്റർസെക്സ്, സ്ത്രീയുടെയും പുരുഷൻ്റെയും ശാരീരിക പ്രത്യേകതകൾ കലർന്നു വരുന്നവർ. Q ക്വയർ, മുൻപ് പറഞ്ഞ വിഭാഗങ്ങളിൽ ഒതുങ്ങാത്തവരെ, തങ്ങളുടെ സ്വത്വം നിർവചിക്കുവാൻ കഴിയാത്തവരെയോ ആയവരാണവർ. പ്ലസ്, മേൽപ്പറഞ്ഞ വിഭാഗങ്ങളിൽ ഉൾപ്പെടാത്ത മറ്റ് ലൈംഗിക ന്യൂനപക്ഷങ്ങളെയും ഇതിൽ ഉൾക്കൊള്ളിക്കുന്നു. ഭിന്നലിംഗരും പൊതുസമൂഹവും. ഭിന്നലിംഗർ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അടിച്ചമർത്തപ്പെട്ടവരുമാണ്. എന്നാൽ ഏതൊരു മനുഷ്യനെയും പോലെ ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള അവകാശവും അവർക്കുണ്ട്. ഭിന്നലിംഗക്കാരെ കുറ്റവാളികളായോ മാനസിക രോഗികളായോ കാണുന്നത് തെറ്റാണെന്നും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്നും നിയമവ്യവസ്ഥയും കോടതികളും എന്ന് നിർദ്ദേശിക്കുന്നു. ഭിന്നലിംഗരും വേദഗ്രന്ഥവും. ബൈബിൾ മനുഷ്യജീവിതത്തെക്കുറിച്ചും നൽകുന്ന വിശാലമായ കാഴ്ചപ്പാടിലൂടെയും വേണം ഈ വിഷയത്തെ കാണാൻ. പഴയ നിയമത്തിൽ അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും കാലത്തെ സോദോം ഗൊമോറ സംഭവങ്ങൾ പലപ്പോഴും സ്വവർഗ അനുരാഗവുമായി ബന്ധപ്പെട്ട് വ്യാഖ്യാനിക്കാറുണ്ട് എങ്കിലും അത് പ്രധാനമായും അതിഥി മാന്യതയുടെ ലംഘനവുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ സമീപനം പാപികളോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും കരുണ നിറഞ്ഞത് ആയിരുന്നു. യെശയ്യാ പ്രവചനം 56:4-7 വരെയുള്ള വാക്യങ്ങൾ ഷണ്ഡന്മാരെയും ഭിന്നലിംഗക്കാരെയും ദൈവത്തിൻ്റെ ആലയത്തിൽ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അവരെ മാറ്റി നിർത്തുന്നത് ദൈവഹിതമല്ല എന്ന് പ്രവാചകന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഭിന്നലിംഗരെ സംബന്ധിച്ച് സഭയുടെ കാഴ്ചപ്പാട് എന്താണ്? സഭ ഈ വിഷയം ഗൗരവമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. മനുഷ്യാവകാശ വീക്ഷണത്തിൽ ലൈംഗിക ന്യൂനപക്ഷങ്ങളോടുള്ള സംരക്ഷണം സഭ ഉറപ്പാക്കണം. യേശുക്രിസ്തുവിൻ്റെ മനസ്സോട് ചേർന്ന് നിന്നുകൊണ്ട് അവരോട് അനുഭാവപൂർവമായ നിലപാട് സ്വീകരിക്കണം. ലൈംഗിക ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുവാനുള്ള വിശാലമായിട്ടുള്ള സുവിശേഷ വീക്ഷണം സഭാംഗങ്ങൾക്കിടയിൽ വളരണം. നന്ദി.